എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിൾസ് ഇൻ ജർമ്മൻ. ഓക്കെ, ആർട്ടിക്കിൾസ് ഇൻ ജർമ്മൻ. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടന്നാലോ? Los geht's, let's go. Study nursing in Germany with stipend. 1 lakh monthly stipend. Eligibility: +2 Science, Humanities, Commerce with 70% marks. We offers German language A1 to B2. Admission process: travel assistance. Contact Cpte for getting nursing admissions in Germany. ജർമ്മൻ. സോ എല്ലാവരും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ഒന്നാണ് ആർട്ടിക്കിൾസ്. എങ്ങനെയാണ് ആർട്ടിക്കിൾസ് നമ്മൾ ഓർത്തിരിക്കുക എന്നൊക്കെ, അതൊക്കെ നമ്മൾ സെപ്പറേറ്റഡ് വീഡിയോസ് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കുക എന്നുള്ളൊരു വീഡിയോസൊക്കെ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഇൻ ജർമ്മൻ, അതായത് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ. ഓക്കെ, സോ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുണ്ട് ദ ബുക്ക്. Okay, please show me the book. Please give me a pen. So ഇവിടെ a, the book, the ഇതൊക്കെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾസ്. ജർമ്മൻ ലാംഗ്വേജിൽ അതിൽ 3 കാറ്റഗറി തന്നെയുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. സോ മെയിൻലി 3 ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ നോമിനാറ്റീവ് കേസ് ആണ്. ഓക്കെ, ആർട്ടിക്കിൾസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെയാണ് ഡെഫിനിറ്റർ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ. സോ ഫസ്റ്റ് കാറ്റഗറി ഏതാണ്? ഡെഫിനിറ്റർ അല്ല എങ്കിൽ അതിന്റെ മറ്റൊരു പേര് നമുക്ക് ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ എന്ന് വിളിക്കാം. ഓക്കെ, രണ്ടാമത്തെ ആണ് സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ അല്ലെ ഇൻഡെഫിനിറ്റർ ആർട്ടിക്കിൾ. ഓക്കെ, ഇൻഡെഫിനിറ്റർ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ. മൂന്നാമത്തെ കാറ്റഗറിയാണ് നെഗാസിയോൺ ആർട്ടിക്കിൾ. ഇതാണ് നെഗറ്റീവ് ആർട്ടിക്കിൾ. ഓക്കെ, നമ്മൾ പറഞ്ഞത് നെഗാസിയോൺ ആർട്ടിക്കിൾ. സോ 3 ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾസ് ആണ് ഇൻ ജർമ്മൻ. ഫോർ എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെയാണ് ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ അഥവാ ഡെഫിനിറ്റർ ആർട്ടിക്കിൾ. സെക്കൻഡ് വൺ ആണ് ഉൺബെസ്റ്റിംറ്റർ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റർ ആർട്ടിക്കിൾ. തേർഡ് വൺ ആണ് നെഗാസിയോൺ ആർട്ടിക്കിൾ. ഇതാണ് 3 ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾസ്. ഇനി ഓരോ ആർട്ടിക്കിൾസും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഉൺബെസ്റ്റിംറ്റർ മീൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ മീൻസ് അതൊരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിരിക്കും. ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിരിക്കും, ഒരു ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്തിനെങ്കിലും ഒരു വസ്തുവിനെ പറ്റി ഒരു ഒബ്ജക്റ്റിന്റെ പേരോ എന്തെങ്കിലും നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആർട്ടിക്കിൾ ഏതാണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അഥവാ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇപ്പൊ എനിക്കൊരു ബുക്ക് തരാം, ഏതോ ഒരു ബുക്ക് തരാം, അവിടെ നമ്മൾ ഡെഫിനിറ്റ് ആയിരിക്കില്ല, ഇറ്റ്സ് നോട്ട് ഫിക്സ്ഡ് ആയിരിക്കില്ല, പേരോ ഒന്നും നമ്മൾ പറയുന്നില്ല. ആ ഒരു കേസിലാണ് നമ്മൾ ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒന്നും കൂടെ പറഞ്ഞുതരാം. ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന്റെ പേരോ അതിന്റെ കളറോ അതിന്റെ കമ്പനിയുടെ പേരോ ആ ഒബ്ജക്റ്റിനെ നമ്മൾ അതിന് എന്തെങ്കിലും ഒന്ന് സവിശേഷത നമ്മൾ അത് പറയുന്നുണ്ട് എങ്കിൽ അതിന് അപ്പോൾ ആ ഒരു കേസിലാണ് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. സോ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അഥവാ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ആ ഒരു കേസിൽ അത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും, അതെന്തായിരിക്കും? ഡെഫിനിറ്റ് ആയിരിക്കും. അതേസമയം ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ ഒന്നിന്റെ പേര് യാതൊന്നും പറയുന്നില്ല എങ്കിൽ നമുക്ക് ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. സോ ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ മോസ്റ്റ്ലി എന്തായിരിക്കും? ഇറ്റ്സ് നോട്ട് ഫിക്സ്ഡ് ആയിരിക്കും, നോട്ട് ഡെഫിനിറ്റ് ആയിരിക്കും. നെഗാസിയോൺ ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ അതെന്തായിരിക്കും? നെഗറ്റീവ് ആർട്ടിക്കിൾ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയുകയാണ് അതൊരു ബസ് അല്ല. സോ നെഗറ്റീവ് ആർട്ടിക്കിൾ. സോ നെഗറ്റീവ്, അതൊരു ബസ് അല്ല, സോ അല്ല, അല്ല ഒരു കാർ അല്ല. സോ ആ ഒരു കേസിലൊക്കെയാണ് നമ്മൾ നെഗാസിയോൺ ആർട്ടിക്കിൾ അഥവാ നെഗറ്റീവ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. Become a registered nurse in Germany. German language coaching A1 to B2 level. Skill development program for the nurses interested to become a registered nurse in Germany. Skill development programs such as human anatomy in German language,
German culture, society, geography and economy. Basic German laws which a nurse should know. നമുക്ക് ബെസ്റ്റ് ഇന്റർ ആർട്ടിക്കിൾ ഈ നോമിനാറ്റ്. സോ നമ്മളിപ്പോ പഠിക്കുന്ന നോമിനാറ്റീവിലെ ബെസ്റ്റ് ഇന്റർ ആർട്ടിക്കിൾ കേട്ടോ. അതുപോലെ പല കേസുകളില്ല, അക്യൂസാറ്റീവിലുണ്ട്, അതുപോലെ ഡാറ്റീവിലുണ്ട്, ഗെനിറ്റീവിലുണ്ട്, അങ്ങനെയൊക്കെ. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന നോമിനാറ്റീവിലെ ബെസ്റ്റ് ഇന്റർ ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? സോ മാസ്കുലിൻ ആണെങ്കിൽ, അതായത് മാസ്കുലിൻ ആർട്ടിക്കിൾ ആണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഏതായിരിക്കും? ഡർ ആയിരിക്കും. ഏതായിരിക്കും? ഏത് ആർട്ടിക്കിൾ? ഡർ. നമ്മുടെ ഒബ്ജക്റ്റ് മാസ്കുലിൻ ആണെങ്കിൽ ഡർ, ഫെമിനിൻ ആണെങ്കിൽ ദിയ, നോയിട്രം ആണെങ്കിൽ ദസ്. ദാസ് ഇട്ട് കൊടുക്കുക. പ്ലൂറൽ ആണെങ്കിൽ ദി. സോ പ്ലൂറലിന്റെ ആർട്ടിക്കിൾ എന്തായിരിക്കും? ദി ആയിരിക്കും. ഞാനിപ്പോ ബെസ്റ്റ് ഇന്റർ ആണ് പറയുന്നത്. സോ നോമിനാറ്റീവ് ബെസ്റ്റ് ഇന്റർ ആർട്ടിക്കിളിൽ മാസ്കുലിൻ ആണെങ്കിൽ ഡർ, ഫെമിനിൻ ആണെങ്കിൽ ദി, നോയിട്രം ആണെങ്കിൽ ദസ്, പ്ലൂറൽ ആണെങ്കിൽ ദി. ഓക്കെ. ഇനി ഉൺബെസ്റ്റ് ഇന്റർ ആർട്ടിക്കിൾ. എന്താണ് ഉൺബെസ്റ്റ് ഇന്റർ ആർട്ടിക്കിൾ എന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഇസ് നോട്ട് ഫിക്സഡ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഇൻഡെഫിനിറ്റ് ആയിരിക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ, അതിന് മാസ്കുലിൻ ആണെങ്കിൽ ഐൻ എന്നാണ് പറയുന്നത്. എന്തായിരിക്കും? ഐൻ. മാസ്കുലിൻ ആണെങ്കിൽ ഐൻ, ഫെമിനിൻ ആകുമ്പോൾ ഐനെ, നോയിട്രം ആണെങ്കിൽ ഐൻ. ദർ ഇസ് നോ എനി പ്ലൂറൽ ആർട്ടിക്കിൾ. സോ ഉൺബെസ്റ്റ് ഇന്റർ ആർട്ടിക്കിൾ എന്നില്ല, പ്ലൂറൽ ഒന്നുമില്ല. സോ പ്ലൂറിന് പ്രത്യേക ആർട്ടിക്കിൾ ഇല്ല. ജസ്റ്റ് എന്താണോ അത് നമുക്ക് എടുത്തെടുക്കാം. ഇനി നെഗാസിയോൺ ആർട്ടിക്കിൾ. സോ നെഗാസിയോൺ ആർട്ടിക്കിളിൽ മാസ്കുലിൻ ആണെങ്കിൽ കൈൻ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ്? കൈൻ. മാസ്കുലിൻ ആണെങ്കിൽ കൈൻ. ഓക്കെ. ഫെമിനിൻ ആകുമ്പോൾ കൈനെ. ഇതാണ് ഒരു ഇ ഇട്ട് കൊടുക്കും. കൈനെ. നോയിട്രം ആണെങ്കിൽ കൈൻ. പ്ലൂറൽ ആണെങ്കിൽ കൈനെ. പ്ലൂറലുണ്ട്. ഓക്കെ. ഉൺബെസ്റ്റ് ഇന്റർ മാത്രം പ്ലൂറൽ ഇല്ല. ഓക്കെ. സോ ഒന്നുകൂടെ പറയാം. മാസ്കുലിൻ ആണെങ്കിൽ കൈൻ, ഫെമിനിൻ ആണെങ്കിൽ കൈനെ, നോയിട്രം ആണെങ്കിൽ കൈൻ, പ്ലൂറൽ ആണെങ്കിൽ കൈനെ. സോ ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിച്ച ബെസ്റ്റ് ഇന്റർ ആർട്ടിക്കിൾ. ഈ നോമിനാറ്റീവില് മാസ്കുലിൻ ആണെങ്കിൽ ഡർ, ഫെമിനിൻ ആണെങ്കിൽ ദി, നോയിട്രം ആണെങ്കിൽ ദസ്, പ്ലൂറൽ ആണെങ്കിൽ ദി. ഉൺബെസ്റ്റ് ഇന്റർ ആർട്ടിക്കിളിൽ മാസ്കുലിൻ ആണെങ്കിൽ ഐൻ, നോയിട്രം ആണെങ്കിൽ സെയിം ആണ് ഐൻ, ഫെമിനിൻ ആണെങ്കിൽ ഐനെ വരും. ദർ ഇസ് നോ എനി പ്ലൂറൽ ആർട്ടിക്കിൾ. ഈ നെഗാസിയോൺ ആർട്ടിക്കിളിൽ മാസ്കുലിൻ ആണെങ്കിൽ കൈൻ, ഫെമിനിൻ ആണെങ്കിൽ കൈനെ, നോയിട്രം ആണെങ്കിൽ കൈൻ, പ്ലൂറൽ ആണെങ്കിൽ കൈനെ. നെക്സ്റ്റ് ഉൺബെസ്റ്റ് ഇന്റർ ആർട്ടിക്കിൾ. ഫോർ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു there is no any define. ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. ഒരു പേരോ ഒന്നും എന്തില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല, ഒന്നും തന്നെ പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയണം, ദാസ് ഇസ് ഐൻ ബാൻഹോഫ്. അതൊരു ബാൻഹോഫ് ആണ്, അതൊരു റെയിൽവേ സ്റ്റേഷൻ ആണ്. സോ ദാസ് ഇസ് ഐൻ ബാൻഹോഫ്, അത് ഏതോ ഒരു റെയിൽവേ സ്റ്റേഷൻ ആണ്. അവിടെ നമ്മളൊരു പേരോ ആ റെയിൽവേ സ്റ്റേഷന്റെ പേരോ അതോ ഇന്ന സ്ഥലത്തെ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഒന്നും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ അവിടെ മോസ്റ്റ്ലി അതുകൊണ്ടാണ് ദാസ് ഇസ് ഐൻ വന്നത്. ഓക്കെ. ദാസ് ഇസ് ഐൻ ബാൻഹോഫ് എന്ന് അതുകൊണ്ടാണ് വന്നത്. കാരണം ബാൻഹോഫിന്റെ ആർട്ടിക്കിൾ മാസ്കുലിൻ ആണ്. സോ നോയിട്രത്തിന്റെ മാസ്കുലിൻ ആകുമ്പോൾ ഐൻ അല്ലേ. സോ ദാസ് ഇസ് ഐൻ ബാൻഹോഫ്. അതുപോലെ ദാസ് ഇസ് ഐൻ ഹോട്ടൽ, അതൊരു ഹോട്ടലാണ്. സോ ഹോട്ടലിന്റെ പേരോ അവിടെ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല ഹോട്ടൽ എവിടെയാണ്. സോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഉൺബെസ്റ്റ് ഇന്റർ ആർട്ടിക്കിൾ ആയിരിക്കും. സോ ഹോട്ടലിന്റെ ആർട്ടിക്കിൾ നോയിട്രം ആണ്, അതുകൊണ്ടാണ് ദാസ് ഇസ് ഐൻ വന്നത്. സോ മാസ്കുലിൻ നോയിട്രം ആണെങ്കിൽ ഐൻ ആണല്ലോ, ഫെമിനിൻ ആകുമ്പോൾ ഐനെ വരും അല്ലേ. അതുപോലെ ഇപ്പൊ ബെസ്റ്റ് ഇന്റർ ആർട്ടിക്കിൾ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, അവിടെ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യുന്നുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ ദാസ് ഇസ് ബാൻഹോഫ് ഫോൺ ഹാംബൂർഗ്. അത് ഹാംബൂർഗിലെ ഒരു ബാൻഹോഫ് ആണ് എന്ന്. സോ അവിടെ ഒന്നും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതായിരുന്നു? ബെസ്റ്റ് ഇന്റർ ആർട്ടിക്കിൾ ആണ്. ഓക്കെ. അതുപോലെ ഇപ്പൊ ദാസ് ഹോട്ടൽ ഹൈസ്റ്റ് വാഗ്ന, ആ ഹോട്ടലിന്റെ പേര് വാഗ്ന. സോ ആ ഒരു കേസിൽ നമ്മൾ ദാസ് യൂസ് ചെയ്യുന്നത് ഹോട്ടൽ ദസ് ആണ്. സോ അവിടെ ബെസ്റ്റ് ഇന്റർ ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. സോ ഓരോ വസ്തുവിന്റെ ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചിരിക്കുക. അത് ഫെമിനിൻ ആണോ, പ്ലൂറൽ ആണ്, അല്ലെങ്കിൽ അതെന്താണ് നോയിട്രം ആണോ, അത് ഫെമിനിൻ ആണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. കാണാതെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി പഠിക്കണം. എന്നിട്ട് നമുക്ക് വളരെ ഈസിയായി ഈ ആർട്ടിക്കിൾ നമ്മൾ ഓരോ നൗൺസിനും ഇട്ട് കൊടുത്താണ്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആർട്ടിക്കിൾസ് ഇൻ ജർമ്മൻ. ജർമ്മനിലുള്ള എല്ലാ ആർട്ടിക്കിൾസ് ആണ്. 3 ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾസ്: ബെസ്റ്റ് ഇന്റർ, ഉൺബെസ്റ്റ് ഇന്റർ, നെഗാസിയോൺ ആർട്ടിക്കിൾ. സോ ബെസ്റ്റ് ഇന്റർ ഞാൻ ഡിഫൈൻ ചെയ്ത് എന്താണ് ബെസ്റ്റ് ഇന്റർ, എന്താണ് ഉൺബെസ്റ്റ് ഇന്റർ, എന്താണ് നെഗാസിയോൺ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോന്നിന്റെ ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചു നോമിനാറ്റീവ് കേസിൽ.
സോ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ. auf Wiedersehen. Tschüss. Danke schon. German language coaching A1, A2, B1, B2. Online, offline and combination of online and offline batches. Crash courses, short time and long time batches. Guaranteed results. Morning, day and night batches. Flexible timing options. Affordable packages.